ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജ് അപാരത. സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു 2 വർഷം മുന്നേ ചെറുതായിട്ട് എന്റെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയിരുന്നു. ആ ഒരു ആക്സിഡന്റിന്റെ ആഘാതം മൂലം എന്റെ കാല് ചെറുതായി ഒന്ന് ഒടിഞ്ഞായിരുന്നു. പിന്നല്ല, ഒടിഞ്ഞാൽ എന്ത്, EMT കമ്പി പോലും മാറി നിൽക്കുന്ന ഒരു സ്റ്റീലല്ലേ കാല കിടക്കുന്നത്. ഒരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജയനും ഞാനും കൂടെ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോയത്. പിന്നെ എന്താ ഉണ്ടായത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെ രാവിലെ 6 മണിക്ക് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നേരെ മെഡിക്കൽ കോളേജിന് വിട്ടു. നമ്മുടെ ശകടം കൊണ്ട് പാർക്ക് ചെയ്ത് ടിക്കറ്റും എടുത്ത് ഡോക്ടറിനെ കാണാനുള്ള അപ്പോയിന്റ്മെന്റും എടുത്തു. അങ്ങനെ അപ്പോയിന്റ്മെന്റ് ആയിട്ട് നേരെ നമ്മൾ ഡോക്ടറിന്റെ റൂമിലോട്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ജാഥയ്ക്കുള്ള ആളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ കറക്റ്റ് 10 മണിക്ക് തന്നെ നമ്മുടെ ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ ഹാജരായി. നമ്മുടെ പേര് വിളിക്കുന്ന അനുസരിച്ചാണ് നമുക്ക് ഡോക്ടറിനെ കയറി കാണണം. ഒന്ന് ശ്വാസം പോലും വിടാൻ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനും ജയനും കൂടെ വെളിയിൽ പോയി കുറച്ചു നേരം ഇരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഉച്ചയായത് അറിഞ്ഞില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അടിപൊളി ഒരു കഞ്ഞിക്കടയിലോട്ടാ ചെന്ന് കയറിയത്. ചെറുപ്പയറും പപ്പടവും ആ ഒരു സമ്മന്തിപ്പൊടിയും കൂടെ ഇട്ട് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, ആഹാ സ്വർഗം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ ഇരുന്നിരുന്ന സമയം 4 മണിയായി. എങ്കിൽ പിന്നെ ഒരു ചായ ആയാലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഇതൊരു ഫുഡ് ബ്ലോഗ് അല്ല കേട്ടോ. നല്ലൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഡോക്ടറിന്റെ റൂമിലോട്ട്. അങ്ങനെ സമയം 6 മണിയായി. അങ്ങനെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം കുറച്ച് വൈകിയാണെങ്കിൽ നമുക്ക് ഡോക്ടറിനെ കാണാൻ പറ്റി. ഈ ഒരു ബ്ലോഗിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്ക് എന്ത് പോയാലും അന്നത്തെ ഒരു ദിവസവും നേരം കഴിക്കാനുള്ള ഫുഡിന്റെ പൈസ ഇവനെ പോലെ ഒരു കൂട്ടുകാരനെ കൂട്ടുവാണെങ്കിൽ വലിയ ബോറടിയൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ തള്ളി നീക്കാം. എങ്കിലൊക്കെ അടുത്തൊരു വീഡിയോ കാണാം.